ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ചോറും മോരുകറിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്ന ധൈര്യത്തില് അലാം അടിച്ചപ്പോൾ ഒന്ന് സ്നൂസ് ചെയ്തതാണ്. പിന്നെ എണീക്കുമ്പോൾ മണി 8:15 കാലിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ട് രാത്രി സോക്സ് ഇടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. മന്തി ഉണ്ടാക്കാനായിട്ട് മാരിനേറ്റ് ചെയ്തിരുന്ന ചിക്കൻ അങ്ങനെ എടുത്ത് വറുക്കാനായിട്ട് വെച്ചു. കയ്യിൽ കിട്ടിയ കുറച്ച് പച്ചക്കറികളെല്ലാം കൂടെ അരിഞ്ഞങ്ങെടുത്തു. ഞാൻ മിക്കപ്പോഴും സ്കൂളിൽ നിന്ന് 12:30 വീട്ടിൽ വന്നിട്ടാണ് ലഞ്ച് കഴിക്കാറ്. അപ്പോൾ ഒരു പ്ലേറ്റിലെല്ലാം അങ്ങോട്ട് എടുത്തു വെച്ച് അവനിൽ വെച്ച് ചൂടാക്കി കഴിക്കും. പക്ഷെ കുക്കുവിന് ലഞ്ച് കൊടുത്തു വിടണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും വേണം. രാവിലെ എന്തുണ്ടാക്കണം എന്നുള്ള എന്റെ സകല പ്ലാനും തകിടം മറിഞ്ഞു. കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് അതിൽ ഈ അരിഞ്ഞ വെജിറ്റബിൾസ് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് വെറുതെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി. ക്യാരറ്റിന് അല്പം വേവുള്ളത് കൊണ്ട് ഇത്തിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചാൽ ആദ്യം മനസ്സിൽ വരുന്നത് ഒന്നെങ്കിൽ ഒരു തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി. ഇടയ്ക്കൊക്കെ ഇങ്ങനെയും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതാവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും എടുക്കാം, ലഞ്ചിനൊപ്പം എടുക്കാം. ചോറിന്റെ കൂടെ ഇത് ചേരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ക്വാളിഫൈസ് ആസ് എ സാലഡ്. വെജീസ് ഒന്ന് സോഫ്റ്റ് ആയാലും മതി, അത്രയ്ക്ക് അങ്ങോട്ട് കുക്ക് ആവണമെന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ടോസ്റ്റ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആലൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കൊണ്ട് ഒത്തിരി മധുരമായാൽ ശരിയാവില്ല. ഇതിപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. എഗ്ഗ് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിൽ ബ്രെഡിൽ കോട്ട് ചെയ്ത് സെന്ററിൽ കുറച്ച് ചീസ് ബ്രെഡും വെച്ച് കഴിഞ്ഞാൽ സാൻഡ്വിച്ചസ് റെഡി. കുക്കുവിന് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒരേ ഐറ്റം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഓർത്തിട്ട് അവന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ചപ്പാത്തി കുറച്ച് നെയ്യും ഷുഗറും തേച്ച് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് മാലനും ബ്രേക്ക്ഫാസ്റ്റിനും വേണം, കുക്കുവിന് ലഞ്ചിന് കൊണ്ടുപോകാനുള്ള സെറ്റും ഉണ്ടാക്കിയെടുക്കണം. സാൻഡ്വിച്ച് മേക്കറിൽ പെട്ടെന്ന് അങ്ങ് ആക്കിയെടുക്കാം. അത് ഓൺലൈൻ അല്ല, എനിക്ക് എൻ്റെ മാമി അയച്ചു തന്നതാണ്. കുക്കുവിന് ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് 2 കാടമുട്ട എഗ് സ്റ്റീമറിൽ വെച്ചങ്ങ് സ്റ്റീം ചെയ്തെടുത്തു. സാൻഡ്വിച്ചസ് ഒരു 3 പീസാക്കി മുറിച്ച് അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ ലഞ്ച് ബോക്സിൽ എടുക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും കാടമുട്ടയും വെജീസും പിന്നെ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിൽ നിന്ന് എല്ല് അധികം വരാത്ത പീസ് നോക്കി കുക്കുവിനും എനിക്ക് നല്ല എല്ലുള്ളൊരു പീസുമായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കുവിൻ്റെ സ്നാക്സിനായിട്ട് ഒരു പീസ് ബ്രൗണി, ഒരു സ്ട്രോബെറി, പിന്നെ 2 ഡേറ്റ്സുമാണ് ഞാൻ എടുത്തത്. പിന്നെ എനിക്ക് ഇടയ്ക്കൊന്ന് കുറിക്കാനായിട്ട് ഒരു പ്ലം, ഒരു സ്ട്രോബെറി, 2 ഡേറ്റ്സ്. സ്നാക്സും ലഞ്ചും ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴേക്ക് അമ്മ ഇങ്ങെത്തി. ഞാൻ റെഡിയാവുന്ന ടൈം കൊണ്ട് അമ്മ പിള്ളേർക്കുള്ള പാലൊക്കെ കാച്ചി നിലുവിൻ്റെ ബോട്ടിലും സ്റ്റെറിലൈസ് ചെയ്തു. ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഓടിപ്പിടച്ച് ആ കൊണ്ടുവരുന്നത് കോഫിയാണ്, അല്ലെങ്കിൽ എനിക്ക് തലവേദന വരുമെന്ന് അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. ഡെയിലി രാവിലെ നമ്മളിങ്ങനെ കഫെയിൻ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനും ബ്ലഡ് വെസൽസും ഒക്കെ അതുമായിട്ട് അഡാപ്റ്റ് ആവും. ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് മെഡിക്കലി പ്രൂവൻ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവർക്കും പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ്.